അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തില്ലായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ റഹ്മത്തില്ലായിരുന്നെങ്കിൽ പല മുസ്ലിം യുവാക്കളും ഇന്ന് വളരെയധികം നഷ്ടത്തിലാകുമായിരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. സത്യവിശ്വാസികളെ, നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം അഷേഖ് ബക്കർ ബിൻ അബ്ദില്ല അബൂ സൈദ് റഹിമഹുല്ലാ രചിച്ച പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ഹിറാസത്തുൽ ഫളീല. ചെറിയ ഒരു റിസാല എന്ന് പറയാം. ഹിറാസത്തുൽ ഫളീല എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് മാന്യതയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ മാന്യതയെ സംരക്ഷിക്കൽ എന്നുള്ള അർത്ഥത്തിൽ പറയാം. അഥവാ ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട മാന്യതകൾ, നല്ല സ്വഭാവങ്ങൾ, അതിനെല്ലാം സംരക്ഷിക്കുക എന്ന് വിശാലമായ ഒരർത്ഥത്തിൽ പറയാം. ഇത് ഷെയ്ഖ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മേഖല മുസ്ലിം സ്ത്രീകൾ അവരുടെ മാന്യതയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ ഭാഗവും ചർച്ച ചെയ്യുന്നത്. എന്നാൽ പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുമുണ്ട്. കാരണം പുരുഷന്മാരുടെ കീഴിൽ ഉപ്പയായിട്ട്, സഹോദരനായിട്ട്, ഭർത്താവായിട്ടെല്ലാമാണ് സ്ത്രീകളുള്ളത്. അവരുടെ മേലെയുള്ള ഉത്തരവാദിത്തങ്ങളും അവരുടെ മേലെയുള്ള കടമകളുമെല്ലാം പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഷെയ്ഖ് ഈ ഗ്രന്ഥത്തിന്റെ ഈ പേര് ഹിറാസത്തുൽ ഫളീല എന്ന പേര് കൊടുത്തതിന് തൊട്ട് താഴെ എഴുതിയിട്ടുള്ള ഒരായത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല അല്ലാഹു തആല വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാതി അൻ തമീലു മൈലൻ അദീമാ. സൂറത്തുൻ നിസായിലെ ആയത്താണ്. അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തൗബ സ്വീകരിക്കാനാണ്. വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാത്, എന്നാൽ സ്വന്തം ഇച്ഛകളെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ, അവർ ഉദ്ദേശിക്കുന്നത് അൻ തമീലു മൈലൻ അദീമ, നിങ്ങൾ ധാരാളമായിട്ട് വലിയ രീതിയിൽ വഴിപിഴക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിതെറ്റാൻ വേണ്ടിയാണ്. ഈ ആയത്ത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം പ്രസക്തമാണ്. ഇന്ന് കാലത്ത് ഈ ഷെയ്ഖ് എഴുതുന്നത് ഹിജറ വർഷം 1420 ഏകദേശം 10-20 വർഷം മുമ്പായിട്ടുണ്ടാവും. അദ്ദേഹം അന്ന് എഴുതിയ കാര്യങ്ങൾ, അന്ന് ശഹ്വത്തിന്റെ ആളുകൾ മുസ്ലിമീകളെ, മുവഹിദുകളെ ശഹ്വത്തിലേക്ക് വീഴ്ത്താൻ, തിന്മകളിലേക്ക് വീഴ്ത്താൻ ഒരുക്കിയ കെണികളെ കുറിച്ചും മുസ്ലിം സ്ത്രീകളെ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഒരുക്കിയ കെണികളെ കുറിച്ചുമെല്ലാമാണ് എഴുതുന്നത്. ഇന്ന് ഷെയ്ഖ് അന്ന് എഴുതുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണത്, എത്രയോ ഇരട്ടി. ഓരോരുത്തരും നമുക്കറിയാം, നാം ഓരോരുത്തരും, പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കളും മുസ്ലിം യുവതികളും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ബുദ്ധിമുട്ടുക എന്നുദ്ദേശിച്ചാൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കാൻ, തിന്മകളിലേക്ക് വീഴാതെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട്. കാരണം ശഹ്വത്തിന്റെ ആളുകൾ, കുഫാറുകൾ, അവർ എങ്ങനെയെങ്കിലും മുവഹിദുകളെ, മുസ്ലിമീങ്ങളെ അവരുടെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിക്കണം, അവരെ തിന്മയുടെ പടുകുഴിയിലേക്ക് വീഴ്ത്തണം. അതിനുവേണ്ടി എല്ലാ രീതിയിലുമുള്ള ശഹ്വത്തുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം അവർക്കറിയാം ഇസ്ലാമിന്റെ ശക്തി എന്നത് ആൾക്കൂട്ടത്തിന്റെ ബലമല്ല. ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് മുസ്ലിമീങ്ങൾ ഒരുമിച്ച് നിൽക്കണം,
അവർ എന്തൊക്കെ വിശ്വാസത്തിലെ പിഴവുകൾ ഉണ്ടെങ്കിലും മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മുസ്ലിമീങ്ങൾ അല്ലാതെ ബാഹ്യമായിട്ട് ഒരുമിച്ച് നിന്നാൽ ശത്രുക്കൾക്കെതിരെ വിജയിക്കാൻ സാധിക്കുമെന്നെല്ലാം പറയുന്നത് കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ മുസ്ലിമിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഓരോ മുസ്ലിമിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മുൻകഴിഞ്ഞ ഒരുപാട് ആളുകൾ പ്രവാചകന്മാരുടെ പിന്നിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ അവരെല്ലാവരും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന എന്ന നിലയ്ക്ക് അല്ലാഹു തആല പറയുന്നുണ്ട്, റബ്ബി ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുത്തു തരണം, ഞങ്ങൾ അതിരി കവിഞ്ഞത് ഞങ്ങൾ പൊറുത്തു തരണം. എന്നിട്ടാണ് പറയുന്നത് വസബ്ബിത് അഖ്ദാമനാ, ഞങ്ങളുടെ കാലുകൾ ഉറപ്പിച്ചു നിർത്തണം, കാഫിരീങ്ങൾക്കെതിരെ ഞങ്ങൾ സഹായിക്കണം. ഇത് വിശദീകരിക്കുന്നിടത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, ഇവിടെ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ച എന്താണ്? തന്റെ പാപങ്ങൾ പൊറുത്തു തരാനാണ്, പാപങ്ങൾ പൊറുത്തു തരാനാണ്. എന്നിട്ടാണ് പറയുന്നത് എന്ത്? ശത്രുക്കൾക്കെതിരെ ഉറപ്പിച്ചു നിർത്തണം. വല്ലാഹി, നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, നമ്മുടെ ഓരോരുത്തരുടെയും രഹസ്യ ജീവിതത്തിലും രഹസ്യത്തിലും എത്രത്തോളം അള്ളാഹുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടോ അതാണ് ഇസ്ലാമിന്റെ ശക്തി. അല്ലാതെ ഇസ്ലാം സമ്പത്ത് കൊണ്ടോ സൈന്യം കൊണ്ടോ മറ്റു എന്തുകൊണ്ടും എത്ര വർദ്ധിച്ചാലും മുസ്ലിമീങ്ങൾക്ക് വിജയം വരണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് രഹസ്യത്തിലുള്ള ബന്ധമുണ്ടായിരിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, കുഫാറുകൾ അവര് ഒരുപാട് സൈന്യങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ഒരുപാട് യുദ്ധ സാമഗ്രികൾ ഉണ്ടായിരുന്നു, വാഹനങ്ങൾ, കുതിരകളും ഒട്ടകളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലെല്ലാം വളരെ കുറവായ മുഅ്മിനീങ്ങൾ, സഹാബാക്കൾ അവരോട് യുദ്ധം ചെയ്യുമ്പോൾ അവർ വിജയിക്കാറുണ്ട്. കാരണം അവരുടെ ഈമാനിന്റെ ശക്തിയാണത്. കൽബിൽ ഈമാനിന്റെ ശക്തി എത്രത്തോളം ഉണ്ടോ അത് ബാഹ്യമായ ശരീരത്തിലേക്ക് ആവശ്യഘട്ടത്തിൽ വരും. ബാഹ്യമായിട്ട് എത്ര ശക്തിയുണ്ടെങ്കിലും കൽബിൽ ഈമാനിന്റെ ശക്തിയില്ലെങ്കിൽ ഒരാവശ്യ സമയത്ത് അവർ ദുർബലരായി പോകും. അതാണ് യുദ്ധങ്ങളിലൊക്കെ കണ്ടത്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഉണ്ട്. ഇവിടെ ഇത് പറയാനുള്ള വിഷയം, ശഹ്വത്തിന്റെ ആളുകൾക്ക് ഇതറിയാം. ഇസ്ലാമിന്റെ ശക്തി അത് ഓരോ മുസ്ലിമിന്റെയും ജീവിതത്തിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ബാഹ്യമായി ഒരുമിക്കുമ്പോഴും അവരുടെ എല്ലാവരെയും രഹസ്യത്തിൽ എത്രത്തോളം അവരെ ശഹ്വത്തിലേക്ക് അടിമപ്പെടുത്താൻ കഴിയുമെന്നാണ് അവർ ഓരോരുത്തരും ശ്രമിക്കുന്നത്. അതിനുള്ള വഴികൾ ഒരുക്കിക്കൊണ്ടേയിരിക്കും. നമുക്കെല്ലാവരും അനുഭവിക്കുന്നതാണ്, നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ശഹ്വത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, ഭക്ഷണത്തിനോടുള്ള ശഹ്വത്ത്, അതുപോലെ തന്നെ സ്ത്രീകളിനോടുള്ള ശഹ്വത്ത്, അതുപോലെ തന്നെ അനാവശ്യമായി സംസാരിക്കാനുള്ള പ്രേരണകൾ, അനാവശ്യമായി സംസാരിക്കാനുള്ള പ്രേരണകൾ, അതിനുവേണ്ടിയുള്ള സൗകര്യം ഒരുക്കും. നമുക്കെന്നറിയാം, ഇന്ന് കാലത്ത് വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന ക്ലബ് ഹൗസ് പോലെയുള്ള ഒരു സംസാരിക്കാൻ കഴിവില്ലാത്ത ആളുകളെ പോലും സംസാരിപ്പിക്കാൻ ഒരു പ്രേരണ നൽകുകയാണ്. അനാവശ്യമായ സംസാരം വളരെ അപകടം. അതുപോലെ തന്നെ ഉറക്കം, ആസ്വാദനം, അങ്ങനെ പലതുകൊണ്ടും മുസ്ലിമീങ്ങളെ, മുവഹിദുകളെ, തൗഹീദിന്റെ ആളുകളെ, മുഅ്മിനീങ്ങളെ പിഴപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കുമുള്ള ഏക ഒരു സമാധാനം എന്ന് പറയുന്നത് അല്ലാഹു തആല പറഞ്ഞ വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് നിങ്ങളെ തൗബ സ്വീകരിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തില്ലായിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റഹ്മത്തില്ലായിരുന്നെങ്കിൽ പല മുസ്ലിം യുവാക്കളും ഇന്ന് വളരെയധികം നഷ്ടത്തിലാകുമായിരുന്നു. അല്ലാഹു തആല മുസ്ലിമീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. ഷെയ്ഖ് ഇത് എഴുതാനുള്ള കാരണമായിട്ട് ഇതിന്റെ മുഖദ്ദിമയിൽ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത് എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധിയുടെ, ഇഫ്ഫത്തിന്റെ, ചാരിത്രശുദ്ധിയുടെ മതമാണ്. ഏറ്റവും നല്ല സ്വഭാവങ്ങളുടെ മതമാണ്. ഹയാ, ലജ്ജയുടെ മതമാണ്. എന്നാൽ ഇന്ന് കാലത്ത് ആളുകൾ ശുബ്ഹത്തിന്റെ രോഗം കൊണ്ടും ശഹ്വത്തിന്റെ രോഗം കൊണ്ടും അകപ്പെട്ടിരിക്കുകയാണ്. കൽബിന് ബാധിക്കുന്ന രോഗങ്ങളാണ് ഈ രണ്ടെണ്ണം. ഫിത്നത്തുൽ മഹ്യ, ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ഈ രണ്ടെണ്ണമാണ്. പിശാചിന് മനുഷ്യനെതിരെ ഉപയോഗിക്കാനുള്ള രണ്ടായുധം ഈ രണ്ടെണ്ണമാണ്. ശുബ്ഹത്തും ശഹ്വത്തും കൽബിന് ബാധിക്കും. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ വിശ്വാസത്തിൽ,
അവന് വിശ്വാസപരമായിട്ട് ദീനിന്റെ അറിവിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ. ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ അവയവങ്ങൾ കൊണ്ട്, അവന്റെ കണ്ണ്, അവന്റെ നാവ്, അവന്റെ കൈകൾ, അവന്റെ ഗുഹ്യസ്ഥാനം, അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് അമലുകളിൽ വരുന്ന പാളിച്ചകൾ. ഇത് രണ്ടും കൽബിന് ബാധിക്കുന്ന രോഗങ്ങളാണ്. ഈ രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ ദീനിൽ നിന്ന് വളരെയധികം സ്വാഭാവികമായിട്ടും അകലും. ഇതിൽ ശുഭഹത്തിനേക്കാൾ പെട്ടെന്ന് ഒരു മനുഷ്യൻ വീഴാനുള്ള സാധ്യത ഷഹ്വത്തിലായിരിക്കും. കാരണം ഒരാൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ, ബാക്കിയുള്ള ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ, അതിൽ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ശുഭഹത്തുകൾ വരില്ല എന്നല്ല, പക്ഷേ അവന്റെ ശരീരം എപ്പോഴും ആഗ്രഹിക്കുന്നതും എപ്പോഴും അതിന് തയ്യാറെടുക്കുന്നതും ഷഹ്വത്തിന്റെ വിഷയങ്ങളിലേക്കായിരിക്കും. അതിനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങും തോറും അവനതിൽ വീടുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെയും നടുവിൽ മുസ്ലിമീങ്ങൾ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവർ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഷഹ്വത്തിന്റെ ആളുകൾ ഒരുക്കി വെച്ചിട്ടുള്ള വലിയ കെണി. 20 വർഷം മുമ്പാണ് ഷെയ്ഖ് ഇത് പറയുന്നത്. നമ്മൾ ആലോചിക്കണം, 20 വർഷം മുമ്പ് ഇത് പറയുമ്പോ ഇന്നതിന്റെ ഇരട്ടി, അതിന്റെ വളരെ വലുതാണ്. നമ്മൾ ആലോചിക്കണം, 20 വർഷം മുമ്പ് എത്രത്തോളം ഉണ്ട് മൊബൈൽ ഫോണുകൾ, ആൻഡ്രോയിഡ്, നെറ്റ്, സോഷ്യൽ മീഡിയ. അന്ന് ഷെയ്ഖ് ഇത് പറയുന്നുണ്ടെങ്കിൽ ഇന്നെന്താ പറയാ? അന്നിങ്ങനെ ഇത് നമ്മൾ വായിച്ച് മനസ്സിലാവും. അന്ന് ഇത്ര ഗൗരവത്തിൽ ഷെയ്ഖ് ഇത് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് എത്രത്തോളം ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഈ കുഫറിന്റെ ആളുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, അവര് ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയും ബാക്കിയുള്ള ഇസ്ലാമിന്റെ ഏറ്റവും നല്ല സ്വഭാവങ്ങളെയും എല്ലാം നശിപ്പിച്ചിട്ട് ഇസ്ലാമിനെ തകർക്കാനാണ്. അതിനവർ ഒരുക്കിയിട്ടുള്ള ഒരു കെണി അന്നിവാമുൽ ആലമി അൽ ജദീദ്. ഇംഗ്ലീഷിൽ അതിന് ദ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയും. ചിലപ്പോൾ ആളുകൾ കേട്ടിട്ടുണ്ടാവും, പുതിയ ലോക നിയമം എന്നുള്ളത്. അതായത് ദജ്ജാലിന്റെ സ്വർഗം ദുനിയാവിൽ ഒരുക്കുക, എല്ലാവിധ ശഹ്വത്തുകളും എത്ര പരമാവധി ആസ്വദിക്കാൻ പറ്റുമോ അതിന്റെ അറ്റത്തേക്ക് എത്തിക്കുക. അങ്ങനെ ദുനിയാവിലെ ഒരു സ്വർഗമായിട്ട്, അഥവാ എല്ലാവിധ ഇച്ഛകളെയും തീർക്കാനുള്ള ഒരു സ്ഥലമായിട്ട് ദജ്ജാലിന് വേണ്ടി ഒരുക്കുന്ന ഒരവസ്ഥ. അതുപോലെ ആ ഒരു രീതി ദ ന്യൂ വേൾഡ് ഓർഡർ എന്നുള്ള പേരിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലവർ ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ചുകൊണ്ടിരിക്കും. നല്ലവരെയും മഅറൂഫും മുൻകറും കൂട്ടിക്കുഴച്ചുകൊണ്ടിരിക്കും. സ്വാലിഹും താലിഹും, നല്ല വ്യക്തിയും അല്ലാത്തയും കൂട്ടിക്കുഴക്കും. അതുപോലെ സുന്നത്തിനെയും ബിദ്അത്തിനെയും കൂട്ടിക്കുഴക്കും. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ മുസ്ലിമിനെയും കാഫിറിനെയും എല്ലാം ഒരേ നിലയിലാക്കുക. അവരുടെ സ്വഭാവത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ സുലൂക്കിൽ, എല്ലാത്തിലും മുസ്ലിമും കാഫറും ഒരുപോലെ ഇരിക്കുന്ന അവസ്ഥ നമ്മുടെ നാടുകളിലൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ നാടുകളിൽ ഓരോ സ്ഥലങ്ങളിലും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇതാണ്. ഇവിടെ മുസ്ലിമീങ്ങളെ ഈ കാര്യം ഓർമ്മപ്പെടുത്തുകയും ഇസ്ലാമിന്റെ സ്വഭാവം പ്രത്യേകമായി പഠിപ്പിക്കുകയും ഘട്ടം ഘട്ടമായി പിഴപ്പിക്കാൻ ഇവരുദ്ദേശിക്കുന്ന കെണികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണം. ഒരു ഷെയ്ഖ് പറയാണ്, ഇതിന്റെ എല്ലാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ വലാ വൽ ബറാ. ഇസ്ലാമിന്റെ വലിയ അടിസ്ഥാനമായ വലാഉം ബറാവും ഇതിൽ വന്നിട്ടുള്ള അകൽച്ച, കുറവുകൾ. അതുപോലെ അൽ ഹബ്ബ് വൽ ബുഗ്ദ് ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുന്നുള്ള കുറവുകൾ. അതുപോലെ ഹക്ക് പറയുന്ന നാവുകളെ പിടിച്ചു വെക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് വലാഉ ബറാഉ പറഞ്ഞാൽ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ഹക്ക് പറഞ്ഞാൽ, ഹക്ക് എഴുതിയാൽ, അവര് പല പേരുകൾ പറഞ്ഞ് ഈ ആളുകളെ കുറ്റം പറയും. ഇർഹാബ്, ഇത് തീവ്രവാദമാണ്, ഗുലൂവാണ്, തശദ്ദുദാണ്, അതിര് കവിയലാണ്, ശിദ്ദത്താണ്. ഹക്കായിട്ടുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന ആളുകളെ ഈ കുഫാറുകൾ പറയുന്ന പേരുകളാണിത്. ഇത് ഇവര് ദീനല്ല എന്ന് പറഞ്ഞിട്ട് അവരെ മുസ്ലിമീങ്ങളിടയിൽ തന്നെ തീവ്രവാദികളായി കാണിക്കുന്ന അവസ്ഥ. സുബ്ഹാനല്ലാഹ്, വലിയ അപകടമാണിത്. എന്നൊരു ഷെയ്ഖ് പറയുന്നത്, ഈ ഘട്ടം ഘട്ടമായിട്ട് ഈ മുസ്ലിമീങ്ങളെ പിഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതിന് അതിനു മുമ്പ് തന്നെ നാം നമ്മുടെ യുവാക്കളെയും യുവതികളെയും മുസ്ലിമീങ്ങളെയും മൊത്തത്തിൽ ഇസ്ലാമിന്റെ മഹത്തരമായ സ്വഭാവങ്ങൾ, മാന്യതകൾ നമ്മൾ പഠിപ്പിക്കണം. അത് സംരക്ഷിക്കാനുള്ള വഴികൾ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ ഇന്ന് വളരെയധികം പരീക്ഷിക്കപ്പെടുന്ന, നമ്മൾ വളർന്നു വരുന്ന കുട്ടികളുടെ അവസ്ഥ, പെൺകുട്ടികളുടെ അവസ്ഥ. പല ആളുകൾ അവര് മുസാവാത്ത് ബിർ റിജാൽ, ഫെമിനിസം പോലെ, അല്ലെങ്കിൽ ആണും പെണ്ണും ഒരുപോലെയാണെന്ന് പറയുന്നത് പോലെ, അതെല്ലാം സമമാണ് എന്ന് പറയുന്നത് പോലെ, അങ്ങനെ പല രീതിയിൽ ആ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചാക്കുന്ന അവസ്ഥ.
എന്നിട്ട് അതിന്റെ അപ്പുറത്തേക്ക് ഈ സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും അവരെ ഹിജാബിന്റെ മറയിൽ നിന്ന് പുറത്താക്കുകയും തബറുജ് അവരുടെ സൗന്ദര്യം പുറത്ത് കാണിച്ച് നടക്കുന്ന അവസ്ഥയിലാക്കുകയും അതുപോലെ തന്നെ ഇഖ്തിലാത്ത് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടപഴകുന്ന അവസ്ഥ ഉണ്ടാക്കുകയും അങ്ങനെ എല്ലാം അവർ ഒരുക്കുന്നുണ്ട് എന്ന് ഷെയ്ഖ് പറയാണ്. ഇത് അവർ തുടങ്ങുന്നത് അവർ ഇഖ്തിലാത്തും എല്ലാം ആദ്യമായി തുടങ്ങുന്നത് തന്നെ ആദ്യം ചെറിയ കുട്ടികളായിരിക്കും, ആൺകുട്ടികളും പെൺകുട്ടികളും. അവരെ ഒരുമിച്ച് പഠിപ്പിക്കുന്ന അവസ്ഥ നമ്മൾ പല സാഹചര്യങ്ങളും നിർബന്ധിതരാവുന്നുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അവർ തുടങ്ങിയിട്ട് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അവർ മറന്നുപോകും. അങ്ങനെ അവർ ഒരുമിച്ച് പോകുന്ന അവസ്ഥ. അങ്ങനെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഒരുപാട് വഴികളിലൂടെ സോഷ്യൽ മീഡിയ എന്ന് നമുക്ക് ഇന്ന് പറയാൻ പറ്റുന്ന ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ അവരെ കൂടുതൽ സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന, അവരെ സൗന്ദര്യം പുറത്ത് കാണിക്കുന്ന, ആണും പെണ്ണും ഒരുമിച്ച് കൂടുന്ന ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന, അങ്ങനെ പല രീതിയിൽ പല തിന്മകളിലേക്ക് അവരെ നയിക്കുന്ന അവസ്ഥ. ഇതിന്റെ ഏറ്റവും വലിയൊരു മറ്റൊരു അപകടമാണ് അവർക്ക് സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കുന്ന വേഷങ്ങൾ. സുബ്ഹാനല്ലാഹ്, അവർ കുഫാറുകൾ പലതരത്തിലുള്ള വ്യഭിചാരിണികൾ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ അവരിറക്കുകയും മുസ്ലിം സ്ത്രീകളെ അതിലേക്ക് ആകർഷിപ്പിക്കുകയും ആ വേഷങ്ങൾ മാർക്കറ്റിൽ എത്തുമ്പോഴേക്ക് അത് വാങ്ങാൻ വേണ്ടി, അത് ധരിക്കാൻ വേണ്ടി, അത് തന്റെ ശരീരത്തിനെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് എന്ന് പോലും ചിന്തിക്കാതെ അത് ധരിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, അതിന് തുടക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു തുടക്കമാണ് ഇൽബാസുൽ അത്ഫാലിൽ മലാബിസുൽ ആരിയ, ചെറിയ കുട്ടികളെ ഔറത്ത് കാണിക്കുന്ന രീതിയിലുള്ള വേഷം ധരിപ്പിക്കുക. നമുക്കിന്ന് കാണാം 3, 4, 5 വയസ്സായ പെൺകുട്ടികളൊക്കെ ശരീരത്തിന്റെ മുട്ടിനു മേലുള്ള ഭാഗമെല്ലാം കാണിച്ച് പിന്നെ ചെറിയ വസ്ത്രങ്ങൾ ഇട്ട് നടക്കുന്ന അവസ്ഥ. ഇത് ഇട്ട് ശീലിച്ചു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അവർ 5, 7, 8, 10 വയസ്സുള്ള കുട്ടികൾ വരെ ആവേശത്തിൽ. മൊത്തമായി നാട്ടിൽ കാണാം മുസ്ലിമീങ്ങൾ പോലും, ഇസ്ലാമിന്റെ ആളുകൾ പോലും അതുപോലെയുള്ള വേഷങ്ങൾ പെൺകുട്ടികളെ ധരിപ്പിക്കുന്നു. അവർ വിചാരിക്കുന്നത് കുട്ടികളല്ലേ, അതിനിപ്പോ എന്താ പ്രശ്നം? ഇത് ശീലിച്ച കുട്ടികൾക്ക് വലുതാകുമ്പോ എന്തായിരിക്കും അവസ്ഥ? വലുതാകുമ്പോൾ അവർക്ക് ആവേശം തന്നെയാണ് ഇരിക്കാൻ തോന്നുക. അങ്ങനെ എല്ലാ രീതിയിലും ഘട്ടം ഘട്ടമായിട്ട് ഇസ്ലാമിന്റെ ഇസ്സത്ത് നശിപ്പിക്കുന്ന, ഇസ്ലാമിന്റെ ഈ മഹത്വങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതിന്റെ മേലെയാണ് ഷെയ്ഖ് ഇത് എഴുതാനുള്ള കാരണമായിട്ട് ഷെയ്ഖ് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മുടെ സ്ത്രീകൾക്കും നമ്മൾ ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യേണ്ടവരാണ് എന്നും അവരുടെ ഇഫ്ഫത്തും അവരുടെ ഹയാവും അവരുടെ ചാരിത്രശുദ്ധിയും അവരുടെ ലജ്ജയുമെല്ലാം സംരക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് പറയുന്നത് വലിയത്തഖില്ലാഹ് ഇംറുൻ മിൻ അബിൻ ഔ ഇബ്നിൻ ഔ അഖിൻ ഔ സൗജിൻ, ഓരോ ഉപ്പമാരും ഓരോ സഹോദരന്മാരും ഓരോ ഭർത്താക്കന്മാരും ഓരോ മക്കളും ആൺമക്കളും ഏതെങ്കിലും ഒരു സ്ത്രീയുടെ അധികാരം ഏൽപ്പിക്കപ്പെട്ടുള്ള പുരുഷന്മാർ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ. അവരുടെ കീഴിലുള്ള സ്ത്രീകളെ തബറുജില്ലാതെ, സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന അവസ്ഥയില്ലാതെ, ഹിജാബിന്റെ മറക്കകത്ത് അവരെ ഇഖ്തിലാത്തിന് വിട്ടുകൊടുക്കാതെ, അഥവാ അന്യ പുരുഷന്മാരുമായി ഇടപഴകുന്ന അവസ്ഥയില്ലാതെ, അതുപോലെ തന്നെ ദുനിയാവിന്റെ വൃത്തികെട്ട ആസ്വാദനങ്ങളിലേക്ക് വിട്ടുകൊടുക്കാതെ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഷെയ്ഖ് പറയാണ്, അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കട്ടെ. ഇതുപോലെയുള്ള എല്ലാ മ്ലേച്ഛതകളിലും തെമ്മാടിത്തരങ്ങളും ചെന്ന് വീഴുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കട്ടെ. എന്നിട്ട് ഷെയ്ഖ് പറയുന്നത്, ഈ റിസാലയിൽ 2 ബാബുകളായിട്ട് കാര്യങ്ങൾ തിരിച്ചിട്ടുണ്ട്. 2 കാര്യങ്ങൾ. ഒന്നാമത്തേത് ഉസൂലുൻ ഫിൽ ഫളീലത്തി വ ഹിറാസത്തിഹാ വ ഹസ്സിൽ മുഅ്മിനാത്തി അലൽ ഇൽതിസാമിഹാ, ഒരു മാന്യത സംരക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനം, അതുപോലെ തന്നെ മുഅ്മിനാത്തുകളെ അതിനുവേണ്ടി ഒരുക്കുന്ന, അതിലുറച്ചു നിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ ബാബിൽ. രണ്ടാമത്തേത് വഫീ കശ്ഫി ദുആത്തിൽ മർഅതി ലിർറദീല വ തഹ്ദീരിൽ മുഅ്മിനാത്തി മിനൽ വുഖൂഇ ഫീഹാ, സ്ത്രീകളെ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് വിളിക്കുന്ന ദാഇമാർ, അതിലേക്ക് ക്ഷണിക്കുന്നവർ, അവരുടെ അപകടം വെളിവാക്കുകയും അതുപോലെ തന്നെ അതിലേക്ക് ചെന്ന് വീഴുന്നതിനെ ശക്തമായി തടയുകയും ചെയ്യുന്ന 2 ബാബുകളായിട്ടാണ് ഇതിനെ ഷെയ്ഖ് തിരിച്ചിട്ടുള്ളത്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, 200ഓളം കിതാബുകൾ, 200ഓളം ഈ വിഷയങ്ങളിലുള്ള കിതാബുകൾ പരിശോധിച്ചിട്ടാണ് ഞാനിത് എഴുതിയിട്ടുള്ളത്. ഈ റിസാല അദ്ദേഹം എഴുതിയിട്ടുള്ളത് 200ഓളം കിതാബുകൾ പരിശോധിച്ചിട്ടാണ്.
അതിൽ തഫ്സീറുകളുടെയും ഹദീസുകളുടെയും കിതാബുകളുടെ മാത്രം കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ അത്രയധികം ധാരാളമായിട്ടുള്ള പഠനത്തിന്റെയും ധാരാളമായിട്ടുള്ള പരിശ്രമത്തിന്റെയും ചിന്തയുടെയും ഫലമായിട്ട് മുസ്ലിം ഉമ്മത്തിന് ഉപകരിക്കാൻ വേണ്ടി ഷെയ്ഖ് രചിച്ച ഒരു റിസാലയാണിത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട, മനസ്സിലാക്കി കൊടുക്കേണ്ട, നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണിത്. അൽ ഫസ്ലുൽ അവ്വൽ, ഒന്നാമത്തെ ഫസ്ൽ ഷെയ്ഖ് പറയാണ് ഫീ ദിക്രി 10 ഉസൂലിൽ ഫളീല, മാന്യതയുടെ 10 ഉസൂലുകൾ പറയാണ്. ഇതിന്റെ ഒന്നാമത്തെ ഫസ്ൽ എന്ന് പറഞ്ഞാൽ മാന്യതയുടെ 10 ഉസൂലുകൾ. അതിൽ ഒന്നാമത്തേത് അൽ അവ്വൽ വുജൂബുൽ ഈമാൻ ബിൽ ഫവാരിഖ് ബൈനർ റജുലി വൽ മർഅ, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നതിലുള്ള വിശ്വാസം നിർബന്ധമാക്കുന്നത്. അതായത് സ്ത്രീയും പുരുഷനും രണ്ടുപേരും ഒരുപോലെയല്ല, അവര് തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള വിശ്വാസം നിർബന്ധമായി ഉണ്ടായിരിക്കണം. അൽ അസ്ലു സാനി അൽ ഹിജാബുൽ ആം, പൊതുവായിട്ടുള്ള ഹിജാബ്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അൽ അസ്ലു സാലിസ് അൽ ഹിജാബുൽ ഖാസ്, പ്രത്യേകമായിട്ടുള്ള ഹിജാബ്. ഓരോ സ്ത്രീക്കും പ്രത്യേകമായിട്ടുള്ള ഹിജാബ്. ഹിജാബുൽ ആം എന്നുള്ളതിൽ പുരുഷന്മാർക്കുള്ള ഹിജാബിനെ കുറിച്ചും പറയും. അൽ അസ്ലു റാബി അൽ ഖറാർ ഫിൽ ബൈത്ത്, നാലാമത്തേത് വീട്ടിൽ ഒതുങ്ങിയിരിക്കൽ, സ്ത്രീകൾ വീട്ടിൽ അടങ്ങിയിരിക്കുക എന്ന്. അഞ്ചാമത്തേത് അൽ ഇഖ്തിലാത്ത് മുഹറമുൻ ശർഅൻ, പുരുഷന്മാരുമായി ഇടകലരുന്ന ഇഖ്തിലാത്ത് ശർഇൽ ഹറാമാണ്, അത് മനസ്സിലാക്കൽ. ആറാമത്തേത് അൽ അസ്ലു സാദിസ് അത്തബറുജ് വസ്സുഫൂർ മുഹറമാൻ ശർഅൻ, സൗന്ദര്യം പ്രകടിപ്പിക്കലും അതുപോലെ ഉള്ള കാര്യങ്ങൾ അത് ഹറാമാണ് ശർഇൽ എന്നുള്ളത്. അൽ അസ്ലു സാബിഅ ലമ്മ ഹറമ അല്ലാഹു സിന ഹറമ അൽ അസ്ബാബ് അൽ മുഫ്ദിയത ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരം ഹറാമാക്കിയപ്പോൾ അതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ബാബാണത്. ആ വിഷയത്തിൽ സൂറത്തു നൂർ മാത്രം വെച്ചിട്ട് സൂറത്തു നൂറിലെ ആദ്യത്തെ 30 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രീതിയിലും വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന സംസാരം കൊണ്ട്, കേൾവി കൊണ്ട്, പ്രവർത്തനം കൊണ്ട്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും തടഞ്ഞിട്ടാണ് അല്ലാഹു തആല അല്ലാഹു നൂറു സമാവാതി വൽ അർദ് എന്ന് സൂറത്തു നൂറിൽ പറയുന്നത്. അത് വിശദീകരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ അതിലേക്ക് എത്താൻ. അൽ അസ്ലു സാമിൻ, എട്ടാമത്തേത് അസ്സവാജ് താജുൽ ഫളീല, വിവാഹം മാന്യതയുടെ കിരീടമാണ്, ഏറ്റവും ഉന്നതമായ കിരീടമാണ്. അൽ അസ്ലു താസി, ഒമ്പതാമത്തെ വുജൂബ് ഹിഫ്ദിൽ ഔലാദി അനിൽ ബിദായത്തി മുദില്ല, കുട്ടികളെ വഴിപിഴക്കുന്ന ആദ്യഘട്ടത്തിൽ സംരക്ഷിക്കുക. ഇത് ഇന്നത്തെ കാലത്ത് ഷെയ്ഖ് എഴുതിയിരുന്നെങ്കിൽ എങ്ങനെ എഴുതാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവും. കാരണം ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ സുബ്ഹാനല്ലാഹ്, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എത്ര ചെറിയ കുട്ടികളുടെ കയ്യിലാണ് 1ാം ക്ലാസ്സോ UKG പഠിക്കുന്ന കുട്ടികൾ വരെ ആൻഡ്രോയിഡിലും യൂട്യൂബിലും മുഴുവൻ സമയവും അതിൽ ചെലവഴിക്കുന്ന അവസ്ഥ. അതില് കുട്ടികൾക്ക് എന്താണ് ആകർഷകമായിട്ടുണ്ടാവുക? കുട്ടികൾ പെട്ടെന്ന് ഒരു കാര്യത്തെ ആകർഷിച്ചു പോകും. നമുക്കിന്ന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് എന്താണേലും എപ്പോഴും പോണം, അപ്പൊ എന്താ ക്ലാസ് ഉണ്ട്, പഠിക്കുകയാണ്, ഇന്നത്തെ അവസ്ഥാനാണ്. അത് വലിയ അപകടമാണ്. അപ്പോ വഴി പിഴക്കുന്നതിന്റെ തുടക്കത്തിൽ തന്നെ കുട്ടികളെ സംരക്ഷിക്കുക. അൽ അസ്ലുൽ ആശിർ, 10ാമത്തേത് വുജൂബുൽ ഗൈറത്തി അലൽ മഹാരിം വഅലാ നിസാഇൽ മുഅ്മിനീൻ, ഗൈറത്ത് ഉണ്ടാവുക, ആത്മരോക്ഷം ഉണ്ടാവുക നമ്മുടെ മഹ്റമുകളുടെ മേലെയും മുഅ്മിനാത്തുകളായ സ്ത്രീകളുടെ മേലെയും. ഒരു മുഅ്മിനായ സ്ത്രീയുടെ മേലെയും നമുക്ക് ഗൈറത്ത് ഉണ്ടാവണം. നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു അന്യ സ്ത്രീയെ നമ്മൾ നോക്കി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഗൗരവത്തിൽ വേണ്ട ഒരു കാര്യം, അത് അവളൊരു മുസ്ലിം ആണെങ്കിൽ, ഒരു മുഅ്മിനത്താണെങ്കിൽ അതിന്റെ ഗൗരവം കൂടുതലാണ്. കാരണം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ അടിമയായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയെ നമ്മൾ നോക്കി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം കൂടുതലാണ്. അത് ഓരോ ഘട്ടമനുസരിച്ചിട്ട്, മറ്റെല്ലാം നോക്കാമെന്നല്ല, അവരുടെ മേലെയും നമുക്കൊരു ഗൈറത്ത് ഉണ്ടാവണം. അവർ മറ്റുള്ളവരെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഗൈറത്ത് ഉണ്ടാവണം എന്ന്. ഇനി ഇതിൽ ഒന്നാമത്തെ അസ്ലി ഷെയ്ഖ് വിശദീകരിക്കുകയാണ്. ഇനി ഇതിന്റെ അകത്ത് പിന്നെ ഷെയ്ഖ് പറയുന്നുണ്ട്, ഓരോന്നിനെയും വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് അൽ ഹിജാബുൽ ഖാസ, പ്രത്യേകമായ ഹിജാബിൽ ഷെയ്ഖ് പറയുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ് ഹിജാബ്, എപ്പോഴാണ് ഒന്ന് ഹിജാബ് ആവുക, ഹിജാബ് നിർബന്ധമാണ് എന്നതിനുള്ള ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുള്ള തെളിവുകൾ, ഹിജാബ് കൊണ്ടുള്ള നേട്ടങ്ങൾ, ഈ 4 കാര്യങ്ങളെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഓരോന്നിലും വിശാലമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്.
അൽ അസ്ലു അവ്വൽ, ഒന്നാമത്തെ കാര്യം വുജൂബുൽ ഈമാനി ബിൽ ഫവാരിഖ് ബൈന റജുൽ വൽ മർഅ, ഒരു ആണും പെണ്ണും സ്ത്രീയും പുരുഷനും വ്യത്യസ്തമാണ് എന്നതിലുള്ള ഈമാൻ നിർബന്ധമാണ് എന്ന വിഷയം അത് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജസദിയായിട്ട്, ശാരീരികപരമായിട്ട്, മഅനവിയായിട്ട്, ആശയപരമായിട്ട്, ശർഈയായിട്ട്, ദീനിന്റെ നിയമപരമായിട്ട് എല്ലാ രീതിയിലും അവർ രണ്ടും രണ്ടാണ്. അത് ഉറപ്പുള്ള കാര്യമാണ്. അതൊരുത്തിന് ബോധ്യമാകുന്ന കാര്യമാണ്. അവന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് ആണും പെണ്ണുമായിട്ടാണ്. അല്ലാഹു തആല പറഞ്ഞു വഅന്നഹു ഖലഖസ് സൗജൈനി الذكر والانثى, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചു, ആണായിട്ടും പെണ്ണായിട്ടും സൃഷ്ടിച്ചു. എന്നാൽ ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ, അതിന് പ്രതിഫലം ലഭിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ശിക്ഷ ലഭിക്കുന്ന വിഷയത്തിൽ, അതുപോലെ വിശ്വാസപരമായിട്ടുള്ള പല കാര്യങ്ങളിൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരുപോലെയാണ്. അഥവാ ഒരു ആണും പെണ്ണും അവർ രണ്ടുപേരും ചെയ്യുന്ന കർമ്മങ്ങൾ, അതിനുള്ള പ്രതിഫലം, അതിന് അള്ളാഹുലേക്ക് അടുക്കുന്ന അവസ്ഥ, അതെല്ലാം അള്ളാഹു തആല പറഞ്ഞ കാര്യമാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇത് പറയുന്നത് ഓരോ സ്ത്രീയും ഓരോ പുരുഷനും ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാനാണ് അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു തആല പറഞ്ഞു മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ. ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അവ യഥാർത്ഥ വിശ്വാസത്തിലാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ജീവിതം ദുനിയാവിലും പരലോകത്തെ ഏറ്റവും നല്ല പ്രതിഫലവും നൽകും. അതുപോലെ അല്ലാഹു തആല പറഞ്ഞു വമൻ യഅമൽ മിനസ് സാലിഹാതി മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫൗലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നഖീറ. അല്ലാഹു തആല പറയുകയാണ്, ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, ആണാവട്ടെ പെണ്ണാവട്ടെ, മുഅ്മിനായിക്കൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല പ്രവേശിപ്പിക്കുന്നതാണ്. അവരോടൊരു അംശം പോലും ദുൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കില്ല. ഇവിടെ ഈ വിഷയങ്ങളിൽ, ദീനിന്റെ പ്രതിഫലം കിട്ടുന്ന വിഷയത്തിൽ, ഇതുപോലുള്ള വിഷയങ്ങളെല്ലാം ആണിനെയും പെണ്ണിനെയും തുല്യമായ അവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. എന്നാൽ മറ്റു പല വിഷയങ്ങളിലും, സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ, അവരുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയുടെ വിഷയത്തിൽ, അതുപോലെ മറ്റു പലതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന് സ്ത്രീയേക്കാൾ ശ്രേഷ്ഠ നൽകിയിട്ടുണ്ട്. പുരുഷനാണ് സൃഷ്ടിപ്പിന്റെ പൂർണ്ണതയുള്ളത്. പൂർണ്ണമായ ശാരീരികമായിട്ടുള്ളതും ആരോഗ്യപരമായിട്ടുള്ളതും ബുദ്ധിപരമായിട്ടുള്ളതും എല്ലാം പുരുഷനാണ് പൂർണ്ണത. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ നാഖിസ, അവർക്ക് കുറവുള്ളവരാണ്. ശാരീരികമായിട്ടുള്ള ശക്തിയിലാവട്ടെ ബുദ്ധിയുടെ കാര്യത്തിലാവട്ടെ അവർ കുറവുള്ളതാണ്. അവർക്ക് ഹൈബ്, അതുപോലെ തന്നെ ഹംല്, പ്രസവം, അതുപോലെ കുട്ടികൾക്ക് പാല് കൊടുക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ദുർബലതകൾ അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ പുരുഷന് ശാരീരികമായിട്ടും ഏത് രീതിയിലും സ്ത്രീയേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ഇനി ഇത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ ഒരു യാഥാർത്ഥ്യം, സ്ത്രീയേക്കാൾ ശ്രേഷ്ഠത പുരുഷനാണ്, അല്ലെങ്കിൽ ശക്തൻ, അല്ലെങ്കിൽ ഏത് രീതിയിലും മാനസികമായിട്ടും ശാരീരികമായിട്ടെല്ലാം പുരുഷനാണ് മുകളിൽ എന്നുള്ളത് വൈദ്യശാസ്ത്രപരമായിട്ട് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പല സൈക്കോളജിസ്റ്റുകളും പല ഡോക്ടർമാരും അവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇത് ഇസ്ലാമിന്റെ മാത്രമായിട്ട് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഇവരെല്ലാം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനെയും പെണ്ണിനെയും സൃഷ്ടിക്കുകയും അവർക്ക് വേണ്ട നിയമവ്യവസ്ഥ ഇവിടെ ഒരുക്കുകയും ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനനുസരിച്ച് കൃത്യമായ നിയമങ്ങളാണ് രണ്ടുപേർക്ക് നൽകിയിട്ടുള്ളത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഉത്തരവാദിത്തങ്ങളുണ്ട്. അവന് പുറത്തുപോയി സമ്പാദിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീരത്തിനും മാനസികത്തിനും യോജിച്ച രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് അവർക്ക് കഴിയുന്ന കാര്യങ്ങൾ, ഒരു വീടിനെ കൊണ്ട് നടക്കുന്ന, മക്കളെ നോക്കുന്ന, ഭർത്താവിനെ ഖിദ്മത്ത് ചെയ്യുന്ന, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്കും വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് അല്ലാഹുവിന്റെ നിയമമാണ്. ഇതാണ് ഏറ്റവും വലിയ വിഷയം.
ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാണ് ഇത് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇത് നമ്മുടെ വളരുന്ന പെൺകുട്ടികളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. കാരണം അത്രയധികം മുസ്ലിം സ്ത്രീകളുടെ കൽബിലേക്ക് ഈ ഒരു ചിന്ത ഇട്ടുകൊടുക്കാൻ ഫെമിനിസത്തിന്റെ ഇസ്ലാം സ്ത്രീകളെ തരം താഴ്ത്തുന്ന മതമാണ്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത മതമാണ്, പുരുഷ മേധാവിത്വത്തിന്റെ മതമാണ് എന്ന് ചെറുപ്പം മുതലേ പറഞ്ഞു പഠിപ്പിക്കുന്ന കേൾക്കുന്ന അവസ്ഥ നമ്മുടെ കുട്ടികൾക്കുണ്ട്. കാരണം അത്ര സൗകര്യങ്ങളാണെന്ന്. ഇത് കേട്ട് വളരുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും കുറച്ചു കാലം കഴിഞ്ഞാൽ അവർക്ക് ഈ ചിന്ത വരും. അവര് ഇസ്ലാമിനെ എതിർക്കാൻ തുടങ്ങും. വലിയ അപകടമാണ്. ഞാനിപ്പോ ഓർക്കുന്ന ഒരു കാര്യം, ഒരിക്കൽ ഈ വിഷയം ഞാൻ മറ്റൊരു നാട്ടില് ഒരു ദർസിൽ പറഞ്ഞു, ഈ വിഷയം പറയുകയായിരുന്നു. അങ്ങനെ ആ വിഷയമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഒരു അധ്യാപകൻ, റിട്ടയർഡ് ആയ ഒരു അധ്യാപകൻ എന്റെ അടുക്കൽ വന്നിട്ട്, പ്രായമായ ആളാണ്, അദ്ദേഹം വന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ പറഞ്ഞു ചെറുപ്പം മുതലേ കുട്ടികളുടെ കൽബിലേക്ക് ഈ കുഫാറുകൾ ഇത് കുത്തിയിറക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം LKG UKG ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അതിലൊരു പാഠത്തിലെ ഒരു കോൺവെർസേഷൻ, അങ്ങോട്ടുള്ള സംസാരം പഠിപ്പിക്കുകയാണ്. സംസാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉമ്മ മകളോട് പറയാണ്, നിന്റെ സഹോദരനുണ്ട് അവിടെ, ആ സഹോദരന് നീ ചായ എടുത്തു കൊടുക്കാനെന്തോ പറയാണ്. അപ്പൊ ഈ മകള് പറയുന്ന മറുപടി, ഞാൻ എന്തിനാ എടുത്തു കൊടുക്കുന്നത്, അവൻ എനിക്കെടുത്തു തന്നൂടെ, ഞാൻ എന്തിനാ എടുത്തു കൊടുക്കുന്നത്, അവൻ എനിക്കെടുത്തു തന്നൂടെ. അതായത് തിരിച്ചങ്ങനെ മറുപടി പറയുന്ന അവസ്ഥ. അങ്ങനെ ഒരു കോൺവെർസേഷൻ. അത് പഠിക്കുമ്പോൾ ഏതോ ഒരു രീതിയിൽ എന്ത് കയറുന്നുണ്ട്, ആണ് എനിക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്, ആണും പെണ്ണും ഒരുപോലെയാണ്. ആ രീതിയിൽ പല പാഠങ്ങളും ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികൾ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം, ഇന്ന് വ്യാപകമാണ്, ഇന്ന് പലതിലും നിന്നും ലഭിക്കും. അപ്പൊ ഇത് നമ്മൾ നമ്മുടെ മക്കളെ പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാണ്. അല്ലാഹു തആല പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ, വലൈസ ദക്കറു കൽ ഉൻസ, മറിയം ബീവിയുടെ ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ചരിത്രം അറിയാം. ഉമ്മ ബൈത്തുൽ മുഖദ്ദസിന്റെ കാര്യങ്ങൾ നോക്കാൻ നേർച്ചയാക്കിയിരുന്നു എനിക്കുണ്ടാവുന്ന കുട്ടിയെ, ആൺകുട്ടിയാവുന്നു എന്നുള്ള പ്രതീക്ഷ, ആൺകുട്ടിയാണ് അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ജനിച്ചു കഴിഞ്ഞപ്പോൾ മറിയം ബീവി പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ പറയാണ്, വലൈസ ദക്കറു കൽ ഉൻസ, ആണും പെണ്ണും ഒരുപോലെയല്ല, ആണും പെണ്ണും ഒരുപോലെയല്ല, അത് വ്യത്യസ്തമാണ്, അത് ഒരിക്കലും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മുടെ കുട്ടികൾക്ക് ഒന്നാമതായിട്ട് വേണ്ട ബോധ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള ഈമാനാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ആ ഈമാനിന്റെ മേലെ മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല പറഞ്ഞെന്താ, അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. ശൈഖ് പറയാണ്, അല്ലാഹു തആല അല്ലാഹുവിന്റേതാണ് സൃഷ്ടി, അല്ലാഹുവിന്റേതാണ് കൽപ്പന. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. നിന്നെ ആണായി സൃഷ്ടിച്ച, നിന്നെ പെണ്ണായി സൃഷ്ടിച്ച നിന്റെ തീരുമാനമല്ല, നീ എന്നെ ആണായിട്ടും പെണ്ണായിട്ടും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് നിനക്ക് മേലെയുള്ള കൽപ്പനകളും. അതുകൊണ്ട് തന്നെ ഖൽഖും അംറും അല്ലാഹുവിന്റേതാണ്. സൃഷ്ടിച്ച നിന്റെ റബ്ബ് പറയുന്നത് അനുസരിക്കുക എന്നല്ലാതെ ആണായാലും പെണ്ണായാലും വേറൊരു തീരുമാനം അവനില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് അള്ളാഹുവിന്റെ ഇറാദത്തുൽ കൗനിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൊതുവായി വെച്ചിട്ടുള്ള ഒരു നിയമമാണ് ആണും പെണ്ണും ഒരുപോലെയല്ല എന്ന്. അതിൽ ഇറാദത്ത് ശർഈയ വരുന്നുണ്ട്. ശർഈയായിട്ടുള്ള നിയമങ്ങളിലും അതങ്ങനെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. എത്രയോ കാര്യങ്ങളിൽ പുരുഷന്മാർക്കാണ് സ്ത്രീകളുടെ മേലെയുള്ള അധികാരം അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. എന്നിട്ട് ശൈഖ് പറയാണ്, അന്നഹും ഖവ്വാമൂന അലൽ ബുയൂത്ത് ബിൽ ഹിഫ്ളി വറിആയത്തി വഹിറാസത്തിൽ ഫളായിൽ. ഒരു വീടിന്റെ സംരക്ഷണം, മേൽനോട്ടം, ഭാര്യമാരുടെ മാന്യത സംരക്ഷിക്കൽ, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കൽ, എല്ലാ കാര്യങ്ങളും അവർക്ക് ചെലവിന് കൊടുക്കൽ പുരുഷനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോൾ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചില പുരുഷന്മാരുണ്ട്, പല സ്ത്രീകളും വാദിക്കുന്ന ഒരു കാര്യം അതാണ്, സ്ത്രീകൾ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത്, ഞങ്ങൾ ഇതാക്കുന്നത്. പല പുരുഷന്മാരും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കൂല. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മേലെ ചെലവിന് കൊടുക്കേണ്ടതും സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കേണ്ടതും അവരെ സംരക്ഷിക്കേണ്ടതും അവരുടെ മേൽനോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള പുരുഷന്മാരുടെ കയ്യിലാണ്.
അപ്പൊ പുരുഷന്മാരെ ഉത്തരവാദിത്വം ചെയ്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ ആ ഉത്തരവാദിത്തത്തിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരും. അങ്ങനെ വരുമ്പോ അള്ളാഹു തആല വെച്ച നിയമം തെറ്റും. ആ നിയമം തെറ്റിക്കഴിഞ്ഞാൽ ദുനിയാവിൽ ഫിത്നകൾ ഉണ്ടാവും, ഫസാദുകൾ ഉണ്ടാവും. ഇന്ന് നടക്കുന്നത് അതാണ്. അള്ളാഹു തആല പറഞ്ഞു, അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദല അല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേലെ കൈകാര്യകർത്തൃത്വം അധികാരമുള്ളവരാണ്, നിയന്ത്രണ അധികാരമുള്ളവരാണ് പുരുഷന്മാർ. ബിമാ ഫദ്ദല അല്ലാഹു ബഅദഹും അലാ ബഅദ്, നിങ്ങൾ ചിലരേക്കാൾ അള്ളാഹു തആല ചിലർക്ക് ശ്രേഷ്ഠത നൽകിയതുകൊണ്ടാണത്. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, ഇവിടെ പുരുഷന്മാർക്കുള്ള ശ്രേഷ്ഠത എന്താ അല്ലാഹു പറയുന്നത് അറിയോ? അവരവരുടെ സമ്പത്തിൽ നിന്ന് സ്ത്രീകളുടെ മേലെ ചെലവഴിക്കുന്നു എന്നതാണ്. എന്നിട്ട് പറയാണ് ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. സ്വാലിഹത്തായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്നവരും ഭർത്താവിന്റെ മുമ്പിൽ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ അഭാവത്തിലും സംരക്ഷിക്കുന്ന ആളുകളായിരിക്കും. ഇത് വളരെ പ്രധാനമുള്ള ഒരു ആയത്താണ്. ഓരോ പുരുഷനും ഓരോ സ്ത്രീയും, പ്രത്യേകിച്ച് ഓരോ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പുരുഷന്റെ താഴെയാണ് സ്ത്രീ എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം പറയുന്നുണ്ട്. സൂറത്ത് തഹ്രീമിൽ നമുക്ക് കാണാം, ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്തിൻ കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിനെയും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം പറയുന്നിടത്ത് പറയാണ്, അവരുടെ ഭാര്യമാർ കാനതാ തഹ്ത അബ്ദൈനി, ഈ അടിമകളുടെ കീഴിലായിരുന്നു, താഴെയായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ശൈഖ് പറയാണ്, ഇഅ്ലാമു ബിഅന്നഹു ലാ സുൽത്താന ലഹുമാ അലാ സൗജൈഹിമാ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിന്റെ മേലെ, ഈ രണ്ട് ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ മേലെ യാതൊരു അധികാരം ഉണ്ടായിരുന്നില്ല. വഇന്നമ സുൽത്താനു ലിസൗജൈനി അലൈഹിമാ, എന്നാൽ പിന്നെ പുരുഷന്മാർക്കാണ് അവരുടെ ഭാര്യമാരെ, ഈ രണ്ട് സ്ത്രീകളുടെ മേലെയുള്ള അധികാരം ഉണ്ടായിരുന്നത്. എന്നിട്ട് പറയാണ്, ഒരിക്കലും തന്നെ പിന്നെ സ്ത്രീയും പുരുഷനും ഒരുപോലെയാകില്ല. അതുപോലെ തന്നെ പുരുഷൻ സ്ത്രീകളെക്കാൾ സ്ത്രീ പുരുഷനേക്കാൾ ഉന്നതമാവുന്ന ഒരു അവസ്ഥയുമില്ല. പുരുഷനേക്കാൾ താഴെയാണ് സ്ത്രീ എന്നുള്ളത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ പറയും ഈ പറയുന്ന ആള് മെരുഷാമിനിസ്റ്റ് ആണെന്ന്, അതായത് സ്ത്രീ വിരുദ്ധനാണ് എന്നുള്ളത്. പക്ഷേ ഇസ്ലാമിന്റെ നിയമമാണിത്. ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആർക്കൊക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഇസ്ലാമിന്റെ നിയമമാണത്. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾ ഇത് ഉൾക്കൊള്ളൽ നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു പ്രവാചകനെ സ്ത്രീകളിൽ നിയോഗിച്ചിട്ടില്ല. അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മുമ്പ് പുരുഷന്മാരെ അല്ലാതെ അയച്ചിട്ടില്ല പ്രവാചകന്മാരായിട്ട് എന്ന് ശൈഖ് മുഫസ്സിരീങ്ങൾ പറയാണ്. അല്ലാഹു തആല നബിയായിട്ട് ഒരു സ്ത്രീയെയോ ഒരു മലക്കിനെയോ ഒരു ജിന്നിയെയോ ഒരു ബദവിയെയോ അല്ലാഹു തആല നിയോഗിച്ചിട്ടില്ല. അല്ലാഹു തആല പുരുഷന്മാരെ മാത്രമാണ് നിയോഗിച്ചത്. അതുപോലെ ശൈഖ് പറയാണ്, അൽ വിലായത്തുൽ ആമ്മ, പൊതുവായിട്ടുള്ള വിലായത്ത്, അധികാരം, നേതൃത്വം, അത് സ്ത്രീകൾക്ക് ഇസ്ലാം വെച്ചിട്ടില്ല. സ്ത്രീകൾക്ക് അതിനുള്ള യോഗ്യതയില്ല. പൊതുവായിട്ടുള്ള അധികാരങ്ങൾ അത് പുരുഷന്മാർക്കാണ്. നിക്കാഹിനുള്ള വിലായത്ത് പുരുഷന്മാർക്കാണ്, അത് സ്ത്രീകൾക്കല്ല. ഒരു വിവാഹം നടത്തണമെങ്കിൽ അതിന്റെ അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് പുരുഷന്മാർക്കാണ്. ഒരുപാട് അമലുകൾ പുരുഷന്മാർക്ക് മാത്രം ഖാസ്സായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ശൈഖ് പറയാണ്, ജിഹാദ്, അതുപോലെ ജുമുഅ, ജമാഅത്ത്, ആദാന്, ഇഖാമത്ത്, അങ്ങനെ അതുപോലെ കാര്യങ്ങൾ. അതുപോലെ ജുഇല ത്വലാഖു ബിയദിർ റജുലി ലാ ബിയദിഹാ, ത്വലാഖിന്റെ അധികാരം, വിവാഹമോചനം ചെയ്യാനുള്ള അധികാരം പുരുഷന്മാരുടെ കയ്യിലാണ്, സ്ത്രീകളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് വളരെയധികം ചിലപ്പോ ഖുലൂമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ വിവാഹമോചനം ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരുപാട് ചർച്ചകൾ കാണാം. സത്യത്തിൽ പിന്നെ പെട്ടെന്ന് ഒരാൾ കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക, ഒരു വിവാഹമോചനത്തിലുള്ള അധികാരം ഇസ്ലാമിൽ പുരുഷന് മാത്രമേ ഉള്ളൂ, സ്ത്രീകൾക്കില്ല. ഇത് ശരിക്കും പെട്ടെന്ന് കേൾക്കുമ്പോൾ സ്ത്രീകളെ താഴ്ത്തുന്ന ശരിയല്ല എന്ന് തോന്നും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു വെക്കി, സ്ത്രീകളുടെ കയ്യിൽ വിവാഹമോചനത്തിനുള്ള അധികാരം കൊടുത്ത ത്വലാഖ് തന്നെ ഇരിക്കും നമ്മുടെ നാട് മൊത്തം. അതായത് അവർക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കും. പുരുഷന്മാരായതുകൊണ്ട് അതായത് ത്വലാഖ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു.
പറഞ്ഞാൽ പെട്ടെന്ന് തീരുന്ന കാര്യമാണ്. ഇതെങ്ങാനും സ്ത്രീകളുടെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഒന്ന് അടുക്കളയിൽ ചായയിൽ കുറച്ച് മധുരം കൂടി അല്ലെങ്കിൽ ഒന്ന് ദേഷ്യപ്പെട്ട അപ്പൊ തൊലാക്കായിരിക്കും അടുത്തുണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത അപ്പൊ അടുത്തതിന് തൊലാക്കായിരിക്കും. അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സ്ത്രീകളെ മനസ്സിനെ പെട്ടെന്ന് മാറ്റാൻ പറ്റും. എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ പറയില്ല, എന്തെങ്കിലും വസ്വാസം ഉണ്ടാക്കിയാൽ എന്തെങ്കിലും തിരിപ്പിച്ചു കൊടുത്താൽ അവർ പെട്ടെന്ന് തൊലാക്കിലേക്ക് ഇറങ്ങും. പുരുഷന്മാരുടെ കയ്യിലായതുകൊണ്ടാണ് ഇത്ര നല്ല രീതിയിൽ കുടുംബങ്ങൾ നിലനിന്നു പോകുന്നത്, കുടുംബ ബന്ധങ്ങൾ നിലനിന്നു പോകുന്നത്. ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. ഇതൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരാളോടും ദുൽമ ചെയ്യില്ല. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയത്തിൽ 2 സ്ത്രീകളുടെ സ്ഥാനത്താണ് ഒരു പുരുഷനെ വെച്ചിട്ടുള്ളത്. അതായത് സാക്ഷി വയ്ക്കുന്ന സമയത്ത് അക്കീക്ക ഇറക്കുന്ന സമയത്ത് 2 അനന്തരാവകാശം 2 സ്ത്രീകളുടെയാണ് ഒരു പുരുഷനുള്ളത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളുടെ ഇരട്ടിയായിട്ട് അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തരും ഉറപ്പിച്ച് വിശ്വസിക്കേണ്ട ഒരു കാര്യം അല്ലാഹു തആല തന്നെ പറഞ്ഞു, വലിദ്ദിജാലി അലൈഹിന്ന ദറജ വല്ലാഹു അസീസുൻ ഹകീം. വലിദ്ദിജാലി അലൈഹിന്ന ദറജ. അല്ലാഹു സുബ്ഹാനഹു വ തആല തലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ പറയാണ്, സ്ത്രീകളെക്കാൾ ദറജ പുരുഷനാണുള്ളത്. എന്നിട്ട് പറയാണ് വല്ലാഹു അസീസുൻ ഹകീം. അല്ലാഹു തആല അസീസാണ്, അല്ലാഹു തആല ഇസ്സത്തുള്ളവനാണ്, പ്രതാപമുള്ളവനാണ്. പക്ഷേ പ്രതാപമുണ്ട് എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഒരിക്കലും ഹിക്മത്തില്ലാത്തതാവൂല. അതാണ് അസീസും ഹക്കീമും ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പല അസ്മാവുകൾ എന്താണ് മുഖാരണത്തായി വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് പല ഇസ്മുകളും ഒരുമിച്ച് വന്നിട്ടുള്ളത് എന്ന് വിശദീകരിക്കും അസ്മാ സിഫാത്ത് പഠിക്കുമ്പോൾ. അതിൽ അസീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല പ്രതാപശാലിയാണ്, മറ്റൊരാളും ചോദ്യം ചെയ്യാനില്ലാത്ത അങ്ങേയറ്റത്തെ ഇസ്സത്തുള്ളവനാണ്. പക്ഷേ ആ ഇസ്സത്തിൽ പോലും അള്ളാഹു തആല ഹിക്മത്തോടു കൂടിയല്ലാതെ ഒരു നിയമം ഉണ്ടാക്കൂല. അതാണ് അസീസും ഹക്കീമും ഈ നിയമം പറയുന്നിടത്ത് ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഈ നിയമങ്ങളെ നാം പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നുള്ളത് നിർബന്ധമായിട്ടും പ്രത്യേകിച്ച് സ്ത്രീകൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. പല ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടിട്ടും അവരുടേതായ വിഷയങ്ങളിൽ പല നിയമങ്ങളുണ്ട്. അത് പല ഫിഖ്ഹിന്റെയും ഹദീസിന്റെയും പല ഗ്രന്ഥങ്ങളിലും ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുമുണ്ട്. എന്നിട്ട് ശൈഖ് പറയാണ്, ഈ വിഷയത്തിൽ ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യസ്തമാണ് എന്നുള്ള വിഷയത്തിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ 3 കാര്യങ്ങൾ ശൈഖ് പറയാണ്. അൽ അംറുൽ അവ്വൽ, ഒന്നാമത്തെ കാര്യം അൽ ഈമാൻ വ തസ്ലീമു ബിൽ ഫവാരിഖ് ബൈന റിജാൽ വൻ നിസാ അൽ ഹിസ്സിയ വൽ മഅനവിയ വശർഇയ. ശൈഖ് പറയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യസ്തമാണ് എന്നുള്ളതിലുള്ള വിശ്വാസം, അതിലെ തസ്ലീം, അതിൽ കീഴൊതുങ്ങുക എന്നുള്ളത്. അത് ഹിസ്സിയായിട്ട് ഹിസ്സിയായിട്ട് എന്താ പറയാ, എന്തായാലും മലയാളം പറയാം, ഇന്ദ്രിയങ്ങളായിട്ട് ബാഹ്യ ആ രീതിയിലാണെങ്കിലും, മഅനവിയ ആശയപരമായിട്ടാണെങ്കിലും, ശർഇന്റെ നിയമപരമായിട്ടാണെങ്കിലും നാം പറഞ്ഞത് സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ് എന്നുള്ളതിൽ അതിൽ ഈമാൻ ഉണ്ടാവുകയും അതിൽ തസ്ലീം, അതിൽ അള്ളാഹുവിന്റെ ആ നിയമത്തിൽ കീഴൊതുങ്ങുകയും ചെയ്യുക. അത് ശാരീരികമായിട്ടും ആശയപരമായിട്ടും ദീനിന്റെ നിയമങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വേർതിരിവ് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. രണ്ടാമത്തേത് അൽ അംറു സാനി ലാ യജൂസു ലിമുസ്ലിമിൻ വലാ മുസ്ലിമത്തി അൻ യതമന്നാ മാ ഖസ്സ അല്ലാഹു ബിഹിൽ ആഖിർ മിനൽ ഫവാരിഖിൽ മദ്കൂറ. ഒരു മുസ്ലിമിനോ ഒരു മുസ്ലിമത്തിനോ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവന് പാടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേർതിരിച്ച് പ്രത്യേകമായി വെച്ചിട്ടുള്ള കാര്യം അത് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരവസ്ഥ ഒരു മുസ്ലിമിനോ മുസ്ലിമത്തിനോ ഉണ്ടാവാൻ പാടില്ല. ആഗ്രഹിക്കുന്ന അവസ്ഥ, ആഗ്രഹം ഉണ്ടാവുക. അങ്ങനെ ആയിരുന്നെങ്കിൽ, ചില പുരുഷന്മാരുണ്ട് ഇസ്ലാമിലെ സ്ത്രീകളുടെ നിയമങ്ങൾ കണ്ടിട്ട് അതുപോലെ ആയിരുന്നെങ്കിൽ, ചില പുരുഷന്മാർ സ്ത്രീകളെ പോലെ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർ വീട്ടില് ഇങ്ങനെ ഇരിക്കുക, സ്ത്രീകൾ ജോലി ചെയ്യുക, അങ്ങനെ ജീവിക്കുക, അങ്ങനത്തെ ആളുകൾ, അങ്ങനത്തെ ഒരവസ്ഥ. പക്ഷെ അതുപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാർക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനം അതുപോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ ആ രീതിയിൽ ഉണ്ടാവുക. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിയിലുള്ള നമ്മുടെ വെറുപ്പാണ്.
ഇതിനെതിരായിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ തീരുമാനത്തിനെതിരായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വന്നാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നിഷേധമായിട്ട് മാറും. നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാവും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ, തീരുമാനങ്ങൾ, അതിൽ തൃപ്തി ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ മറ്റുള്ളവർക്ക് അള്ളാഹ് ദീനിന് പുരുഷന് അങ്ങനെ സ്ഥാനം കൊടുത്തു, സ്ത്രീക്ക് കുറച്ച് താഴ്ന്നു കൊടുത്തു, അങ്ങനെ രീതിയിൽ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് കൊടുത്ത സ്ഥാനം അതുപോലെ ഇരിക്കുണ്ടായിരുന്നെങ്കിലും തോന്നിയാൽ, അത് അസൂയയിലേക്കും മറ്റു പല രീതിയിലേക്കും മാറിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ولا تتمنوا ما فضل الله به بعضكم على بعض للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبنا واسألوا الله من فضله إن الله كان بكل شيء عليم. അല്ലാഹു തആല പറഞ്ഞു, ولا تتمنوا ما فضل الله به بعضكم على بعض. നിങ്ങൾ ചിലരേക്കാൾ ചിലർക്ക് ശ്രേഷ്ഠത നൽകിയതിന്റെ മേലെ നിങ്ങൾ അത് കൊതിക്കുന്ന ആളുകളായിട്ട് മാറരുത്. ചില ആളുകൾക്ക് അല്ലാഹു തആല ശ്രേഷ്ഠത നൽകും, പക്ഷെ അതിനോട് കൊതി തോന്നുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇത് ഇവിടെ പറയുന്ന വിഷയം, ലിൽരിജാലി നസീബും മിമ്മക്തസബു വലിന്നിസാഇ നസീബും മിമ്മക്തസ്ബന. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായിട്ടുള്ള ഓഹരിയുണ്ട്, സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായിട്ടുള്ള ഓഹരികളുണ്ട്. വസ്അലുല്ലാഹ മിൻ ഫളലി. അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിങ്ങൾ ചോദിച്ചു കൊള്ളുക. ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുള്ളവനാണ്. ഈ ആയത്തിറങ്ങാനുള്ള സാഹചര്യം ഇമാം മുജാഹിദ് പോലെയുള്ളവർ ഉദ്ധരിക്കുന്നത്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയഗ്സു ദിജാൽ വലാ നഗ്സു വഇന്നമാ ലനാ നിസ്ഫുൽ മിറാസ്. പുരുഷന്മാർ, ആണുങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഞങ്ങൾ അതിനൊന്നും പങ്കെടുക്കുന്നില്ല. അവർക്ക് മീറാസ് അനന്തരാവകാശം ഞങ്ങളുടെ ഇരട്ടിയാണ്, അതോ അവരുടെ പകുതിയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോ അങ്ങനെ ചോദിച്ചു, അതായത് ആളുകൾക്ക് കൊടുത്തതിനോട് ഒരു ആഗ്രഹം അതുപോലെ ഉണ്ടാവണമെന്ന്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കിയത്, വലാ തതമന്നൗ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅലകും അലാ ബഅദ്. അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഈ വിഷയത്തിൽ ഏറ്റവും അടിസ്ഥാനം അല്ലാഹുവിലുള്ള തസ്ലീം, അല്ലാഹുവിൽ കീഴൊതുങ്ങലാണ്. ഇത് സത്യത്തിൽ അടുത്ത കാര്യം അതാണ് പറയുന്നത്. ഈ ഒരു രീതിയിലുള്ള ചിന്ത, പുരുഷന്മാർക്ക് സ്ഥാനം കൂടുതലാണ്, എന്റെ ഭർത്താവ് എന്റെ മേലെ എന്തോ അധികാരമുണ്ട്. സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ മേലെയുള്ള അധികാരമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളതാണ്. ഇന്ന് കാലത്ത് കുഫാറുകളും മറ്റും കാണിക്കുന്ന കാര്യങ്ങൾ കണ്ട് ഇത് ഇങ്ങനെയല്ല, ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞ കൂട്ടുകാരെ പോലെയാണ്, ഞങ്ങൾ ഒരേപോലെയാണ് ഇത് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയല്ല. പല വിഷയങ്ങളിലും അധികാരം പുരുഷന് നൽകിയിട്ടുണ്ട്. ഒരുപോലെ നിൽക്കേണ്ട മേഖലകൾ വേറെ ഉണ്ടാകും, പക്ഷേ ഒരു കുടുംബത്തിന്റെ അധികാരം അത് ഭർത്താവിനാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. മൂന്നാമത്തെ കാര്യം ഷെയ്ഖ് അതാ പറയും, മൂന്ന് കാര്യങ്ങൾ അതിൽ പറഞ്ഞത്. ഒന്ന്, ഇത് വിശ്വസിക്കലും അതിൽ കീഴൊതുങ്ങലും. രണ്ട്, പുരുഷന്മാർക്ക് കൊടുത്തതിനോട് ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത്തേത് ഷെയ്ഖ് പറയുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാഗ്രഹം, പുരുഷന്മാർക്ക് സ്ഥാനം കൂടിയല്ലോ എന്നത് അതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് അല്ലാഹു തആല നഹി ചെയ്തു. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഫകൈഫ ബിമൻ യൻകറു ഫവാരിഖ് ശർഇയ്യ ബൈന الرجل والمرأة. ഒരാളുടെ അവസ്ഥ എന്താണ്? ഒരുത്തൻ ഇത് നിഷേധിക്കുകയാണ്. ഈ വ്യത്യാസം, ശർഇൽ ഈ വ്യത്യാസം വെച്ചിട്ടുള്ളത്, സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസം വെച്ച നിഷേധിക്കേണ്ട അവസ്ഥ എന്താവും? അവരാഗ്രഹിക്കലെന്നുള്ള പാടില്ല എന്ന് പറഞ്ഞു. ഇന്ന് കാലത്ത് ഒരുപാട് ആളുകൾ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്, വ്യത്യാസമില്ല, അവര് തമ്മിൽ ഒരേ അവസ്ഥയിലാണ്, അവരുടെ നിയമങ്ങൾ ഒരേപോലെയാണ്, അവർക്ക് ഒരേ സ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് പറയുന്നത് ഇൽഹാദാണ്, അത് നിഷേധമാണ്, കുഫറാണ്, നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന, ഇസ്ലാമിൽ കുഫർ കാണിക്കുന്ന കുഫറിന്റെ വാക്കാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച നിയമത്തിന് എതിരായി പറയുന്ന അവസ്ഥ. ഇത് അള്ളാഹുവിന്റെ കൗനിയായ ഇറാദത്തുമാണ്, ശർഈയായ ഇറാദത്തുമാണ്. അഥവാ പൊതുവായിട്ടുള്ള ദുനിയാവിലുള്ള വിഷയങ്ങളുമായിട്ടുള്ള അള്ളാഹുവിന്റെ ഉദ്ദേശം, തീരുമാനം അങ്ങനെയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നിയമങ്ങളിലും അള്ളാഹുവിന്റെ ഉദ്ദേശം അങ്ങനെയാണ്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം, പുരുഷന് സ്ത്രീയേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളത്. എന്ന് ഷെയ്ഖ് പറയുന്ന അവസാനമായി പറയുന്ന വിഷയം, ഈ സ്ത്രീകളെങ്ങാനും സ്ത്രീയും പുരുഷനും ഒരുപോലെയാണെന്ന് വാദിക്കുകയും അതുപോലെ കൊണ്ടുവരികയും ചെയ്താൽ അതിന്റെ അപകടം എത്ര വലുതാണ് നമ്മളിന്ന് കാണുന്നതാണ്. ഷെയ്ഖ് പറയാണ്, അത് ഫിത്രത്തല്ല, ഫിത്രത്തിനെതിരാണത്.
ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ ഫിത്രത്തിനെതിരാണ്. ഇതുകൊണ്ട് എന്തെല്ലാം അപകടങ്ങളാണ് ഉണ്ടായത്. പുരുഷനും സ്ത്രീയും ഒരുപോലെയാണെന്ന് പറഞ്ഞ് ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോയപ്പോൾ എത്രയെത്ര മക്കളാണ് ഒരു മാതാവിന്റെ സ്നേഹമില്ലാതെ പിഴച്ചു പോകുന്ന അവസ്ഥയുണ്ടായത്. എത്രയെത്ര പുരുഷന്മാരാണ് ഒരു ഭാര്യയുടെ സഹകരണമില്ലാതെ വ്യഭിചാരത്തിലേക്ക് പോയത്. എത്രയെത്ര സ്ത്രീകളാണ് വ്യഭിചാരത്തിലേക്കും തിന്മയിലേക്കും പല ചൂഷണങ്ങളിലേക്കും പോയത്. ദുനിയാവിന്റെ നിയമവ്യവസ്ഥയിൽ തന്നെ പല വ്യത്യാസങ്ങൾ ഉണ്ടായില്ലേ. നഊദു ബില്ലാഹ്, കുഫാറുകൾ ഒരുക്കിയ കെണിയാണത്. പല പണ്ഡിതന്മാരും പറയാറുള്ള വിഷയമാണ്. ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞ സമയത്ത് അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങളിൽ ഒരുപാട് പുരുഷന്മാർ കൊല്ലപ്പെട്ടു. ആ സമയത്ത് അവരുടെ സാമ്പത്തിക സ്ഥിതി നിലനിർത്താൻ കൂടുതൽ ജോലിക്കാരെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അവരവരുടെ സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇതേ സമയത്ത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പലതിലും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഒരു ട്രെൻഡായിട്ട് സ്ത്രീകൾ ജോലിക്ക് പോകലും മാറിയപ്പോ അതേപോലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ അത് തുടങ്ങാൻ അവർ പ്രേരിപ്പിച്ചു. അങ്ങനെ പല നാടുകളിൽ വ്യാപിപ്പിച്ചു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഫോണുകൾക്ക് മെസ്സേജ് വരും, പെൺകുട്ടികളെ പഠിപ്പിക്കൂ. ആൺകുട്ടികളെ പഠിപ്പിക്കാൻ എന്താ മെസ്സേജ് വരാത്ത? കാരണം ആവശ്യം അതാണ്. പെൺകുട്ടികളെ വീട്ടിലിരുന്ന് പുറത്ത് കിട്ടണം, അവർക്ക് പുറത്ത് സ്വതന്ത്രമായി കിട്ടണം. എന്താണ് ഇന്നത്തെ കലാലയങ്ങളുടെയും എല്ലാം അവസ്ഥ? ഒരു എഴുത്തുകാരുടെ പോലെ വ്യഭിചാരത്തിന് ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറുന്ന എത്രയോ കലാലയങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ ആയത്തിനെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കണ്ട, നിങ്ങൾ കൊതിക്കണ്ട, അല്ലാഹു തആല നൽകിയ ഒരു ശ്രേഷ്ഠതയുടെ മേലെ നിങ്ങൾ കൊതിക്കണ്ട. ഇവിടെ അല്ലാഹു തആല പറഞ്ഞ എന്താണ്? വസ്അലുല്ലാഹ മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഔദാര്യം നിങ്ങൾ ചോദിക്കുക, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, അള്ളാഹു നിങ്ങൾക്ക് കൊടുത്ത സ്ഥാനത്ത് നിങ്ങൾ നിൽക്കുക. ശൈഖ് അങ്ങനെ ഈ ആയത്തിനെ തഫ്സീർ ചെയ്ത പല തഫ്സീറുകൾ കൊടുത്ത് ഈ വിഷയത്തെ വിശാലമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ശൈഖ് അവസാനിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാന്യതയുടെ ഉസൂലുകളിൽ ഒന്നാമത്തേത്, പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മാന്യത സംരക്ഷിക്കുന്നതിൽ ഒന്നാമത്തെ ഉസൂൽ എന്ന് പറഞ്ഞത്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസത്തെ അവൾ നിർബന്ധമായും വിശ്വസിച്ചിരിക്കണം, അതിൽ കീഴൊതുങ്ങിയിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച നിയമമാണ്. ഇതില്ലാതെ ഒരു സ്ത്രീക്ക് ഒരു മാന്യത സംരക്ഷിക്കാൻ പറ്റൂല. ഒരു മുസ്ലിം സ്ത്രീക്ക് അവരെ മാന്യത സംരക്ഷിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് കുഫാറുകൾ ഈ പേരും പറഞ്ഞ് മുസ്ലിം സ്ത്രീകളെ പുറത്തേക്കിറക്കാൻ, മുസ്ലിം ആണുങ്ങളെ പോലെ തന്നെ പെണ്ണുങ്ങൾക്കും സ്ഥാനം വേണം, പെണ്ണുങ്ങൾക്കും അധികാരം വേണം, പെണ്ണുങ്ങൾക്കും ജോലി വേണം, പെണ്ണുങ്ങൾക്കും നിയന്ത്രണം വേണം, ഇതുപോലെ ഓരോ സ്ഥാനങ്ങളിലേക്ക് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഓരോ മുസ്ലിം സ്ത്രീയും ഇത് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കിയുള്ള ഉസൂലുകൾ, അൽ ഹിജാബുൽ ആമ്മ, പൊതുവായിട്ടുള്ള ഹിജാബ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഇതിന്റെ ബാക്കിയുള്ള ദിവസത്തിൽ നമുക്ക് വായിക്കാം. നാം ഈ കേൾക്കുന്ന കാര്യങ്ങൾ അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ അമലാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.